പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സോറി ഗോപികയോടും പറയണം. അറിവില്ലാത്ത പ്രായത്തിൽ എന്തോ പറഞ്ഞതിന് അവൾ ഇവിടെ വന്ന ദിവസം മുതൽ പുറകിൽ നടക്കുവല്ലേ. ഒരു മനുഷ്യന് താഴാവുന്നതിനൊരു പരിധിയുണ്ട് വഹിച്ചു. ഇന്ന് ഈ നിമിഷം വരെ അവളും ഒന്നും കഴിച്ചിട്ടില്ല. റൂമിൽ കയറി ഡോറടച്ചതാണ്. നമ്മുടെ വീട്ടിൽ വന്ന അവർ നമ്മുടെ ഗസ്റ്റാണ്. അതിഥി ദേവോ ഭവ. നീ കേട്ടിട്ടില്ലേ? പാവം കുട്ടി അത് കുറേ കരഞ്ഞു. ഞാൻ കൊണ്ടുവന്ന ഫുഡ് തണുത്തു പോയി. നീ പുറത്തേക്ക് ഇറങ്ങി വാ. ഏട്ടത്തി എൻ്റെ കുഞ്ഞിനെ വാരിത്തരാലോ. വിച്ചുവിൻ്റെ താടിയിൽ കൊഞ്ചിച്ച് സാക്ഷി പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ അവളുടെ വയറ്റിലേക്ക് മുഖം ചേർത്തു. വിച്ചുവിൻ്റെ കയ്യും പിടിച്ച് ഹാളിലേക്ക് വരുമ്പോൾ കണ്ടത് ആരോടൊന്നും മിണ്ടാതെ സോഫയിൽ ചാരിക്കിടക്കുന്ന സിദ്ധുവിനെയാണ്. ആ മുഖത്ത് നിന്ന് തന്നെ വായിക്കാം അവൻ അനുഭവിക്കുന്ന ടെൻഷൻ. സാക്ഷി കണ്ണു കാണിച്ചതും വിച്ചു സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കണ്ണു തുറക്കാതെ തന്നെ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ രണ്ടുപേരുടെയും കണ്ണും നിറഞ്ഞിരുന്നു. ഇനിയും എന്നിങ്ങനെ സങ്കടപ്പെടുത്തല്ല വിച്ചുട്ടാ, പറ്റുന്നില്ലടാ. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്. നിന്റെ എന്ത് പ്രശ്നത്തിനും ഏട്ടനില്ലേ എൻ്റെ മോന്. ഇനിയും നീ ഇങ്ങനെ കരയില്ലേ, കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരിടർച്ചയോടെ സിദ്ധു പറഞ്ഞതും വിച്ചു അവനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. അപ്പോഴാണ് ഗോപിക റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. എല്ലാവരെയും നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ച് ട്രോളി ബാഗുമായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. നീ ഇതെവിടെ പോകുന്നു ഗോപു, ബാഗെല്ലാമായിട്ട്? നിനക്ക് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എല്ലാം ഞാൻ സെറ്റാക്കിയല്ലോ. എനിക്ക് കോളേജ് ഹോസ്റ്റൽ ശരിയായിട്ടുണ്ട് സിദ്ധു ഏട്ടാ. അത് മാത്രമല്ല, ഞാനിവിടെ നിന്ന് ഇനിയും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് വിച്ചേട്ടന്. ആർക്കൊരു ഭാരമാകാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് കോളേജ് ഹോസ്റ്റൽ പോകണമെങ്കിൽ പോകാം, അതിന് ഞാനൊന്നും പറയില്ല. പക്ഷെ ഇപ്പോൾ പോകണ്ട. ആദ്യം നീ നാട്ടിലെ വഴിയും കാര്യങ്ങളും എല്ലാം ഒന്ന് പഠിക്കുക. കുറച്ച് സ്റ്റേബിളായിട്ട് ഹോസ്റ്റലിലേക്ക് മാറാം. അതുകൊണ്ട് മോള് വന്നതുപോലെ തന്നെ ബാഗ് അകത്തേക്ക് കൊണ്ടുചെന്ന് വെക്കുക. സാക്ഷി വിച്ചുവിന് ഫുഡ് കൊടുക്കുമ്പോഴെല്ലാം ഒരു ചിരിയോടെ തന്നെ സിദ്ധുവും ഉണ്ടായിരുന്നു കൂടെ. കൊച്ചുകുട്ടിയെ പോലെ കഥയും പറഞ്ഞ് സച്ചു കൊടുക്കുന്ന ഓരോ ഉരുളയും കഴിക്കുന്ന വിച്ചു. രാത്രി ഗാർഡനിൽ ഇരുന്ന് കാറ്റ് കൊള്ളുമ്പോഴാണ് സാക്ഷി വിച്ചുവിനോട് അത് ചോദിക്കുന്നത്. ശരിക്കും നിന്റെ പ്രശ്നം എന്താ വൈച്ചു? ചെറുപ്പത്തിൽ നടന്ന ഇൻസിഡൻ്റ് ആണ്, ഇത്ര പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോപു വന്നപ്പോൾ നീ അവളോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. ആരാണ് നിന്റെ വിച്ചേട്ടൻ? 3 കൊല്ലം മുൻപ് ആ ബന്ധമെല്ലാം തീർന്നു എന്ന്. എന്തായിരുന്നു മോനെ ആ ബന്ധം? പെട്ടെന്നുള്ള സച്ചുവിൻ്റെ ചോദ്യത്തിൽ എന്തു പറയണമെന്നറിയാതെ വിച്ചു സിദ്ധുവിനെ നോക്കി. അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കാര്യമായി ലാപ്പിൽ ജോലിയിലും. ഇനി ഇതും എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ നീ പറയണ്ട. ഒരാളെ ഫോഴ്സ് ചെയ്ത് നമ്മൾ പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ മാത്രം നീ പറഞ്ഞാൽ മതി. ഇനി ഇഷ്ടമല്ലെങ്കിൽ പറയണ്ടടാ. ഒരു ചിരിയോടെ സാക്ഷിയുടെ സംസാരം ഒരല്പം കൗതുകത്തോടെ വിച്ചു നോക്കിയത്. അമ്മാളുവിന് ശരിക്കും കുറച്ച് ദിവസം കൊണ്ട് എന്താ പറ്റിയേ? സാധാരണ ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്തു എന്ന് തോന്നിയ ഈ വീട് തിരിച്ചു വെക്കുന്നതാണല്ലോ. ഇപ്പോൾ എന്തേ ഇത്ര സോഫ്റ്റ്? പണ്ടത്തെ പോലെ അടിയിടാനൊന്നും വയ്യ മോനെ. ഓരോ ദിവസം കഴിയുമ്പോൾ ബുദ്ധിമുട്ട് കൂടി വരുക. എൻ്റെ കാലുവേദന കാരണം നിന്റെ ചേട്ടനിപ്പോൾ രാത്രി ഉറക്കം പോലും ഇല്ല. അടിയിടാൻ കൂടിയുള്ള എനർജി ഇല്ല. പിന്നെ നീ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നിനക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ പറയും, അത്രേ ഉള്ളൂ. അത് പിന്നെ പറഞ്ഞ അമ്മാളുവിനെ കളിയാക്കരുത്. അത് നീ പറയാന്ന് ഞാനെങ്ങനെ അറിയും? എനിക്ക് ഗോപിനെ ബാക്കി പറയട്ടെ. എനിക്ക് ഗോപിയെ ഇഷ്ടമായിരുന്നു. ചെറുതിലെ കൂട്ടുകാരി. പിന്നെ കണ്ണാപ്പി പറഞ്ഞില്ലേ കുറച്ച് നാൾ ഹോസ്റ്റലും കൗൺസിലിങ്ങും എല്ലാമായി നടന്നുവെന്ന്. പിന്നീട് ഞാൻ 10ൽ പഠിക്കുമ്പോൾ അവർ ഫാമിലിയോട് വീണ്ടും നാട്ടിൽ വന്നു. അവളെ കാണുമ്പോഴെല്ലാം എന്തോ ഒരു ക്രഷ്. എൻ്റെ സ്വന്തം അപ്പച്ചിയുടെ മോളല്ലേ. ഒന്നും അങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കാൻ അറിയാത്തത് കൊണ്ട് ഓപ്പണായി തന്നെ അവളോട് പറഞ്ഞു. ആ സമയം ഗോപി 8ാം ക്ലാസ്സിൽ. അവളും യെസ് പറഞ്ഞു. പണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് സോറിയും. പക്ഷേ അടുത്ത വർഷം വന്നപ്പോൾ അവൾ കൊച്ചച്ഛൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു ഞാൻ അവൾക്ക് ചേരില്ല. ഇനി ഭാവിയിൽ എന്നെ കല്യാണം കഴിക്കേണ്ടി വന്ന അവൾക്ക് ഒറ്റപ്പെടൽ വരുമെന്ന്. കണ്ണാപ്പിയെ കുറേ കുറ്റം. അങ്ങനെ ഒരു വർഷം നീണ്ട സംഭവബഹുലമായ ലവ് സ്റ്റോറി. ആനിവേഴ്സറി സമയം തന്നെ ബ്രേക്കപ്പായി. അയ്യോ, ഇതാണത്ര വലിയ കാര്യം. മെച്യൂരിറ്റി ഇല്ലാത്ത സമയം രണ്ടുപേരും തമ്മിൽ എന്തോ പറഞ്ഞ് പിരിഞ്ഞു. അതിനിപ്പോഴും കലിപ്പെന്തിനാ? അത് പിന്നെ അവളെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് എന്തൊക്കെയോ ഫീല്. ഐ സ്റ്റിൽ ലവ് ഹെർ. ഓരോ തവണ ഗോപി അടുത്ത് വരുമ്പോഴും എൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ തോന്നും.
അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യവുമില്ലാതെ അവളോട് ദേഷ്യപ്പെടുന്നത്. ആൻഡ് യു നോ വൺ തിങ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ കാരണം തന്നെ ഞാനാണ്. ചെറുപ്രായത്തിൽ ഇൻഫാക്ച്വേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയില്ല. പക്ഷെ സ്നേഹിച്ചിട്ട് ഇനിയും അവൾ എന്നെ തള്ളിക്കളഞ്ഞ വീണ്ടും ഒരു ഡിപ്രഷൻ, അത് എൻ്റെ കണ്ണാപ്പി താങ്ങില്ല. നിനക്കറിയാമോ അമ്മാളു, നീ വന്നതിന് ശേഷമാണ് എൻ്റെ ചേട്ടൻ ഒരാളോടുള്ളിലുള്ള വിഷമങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കണ്ണാപ്പി ആരോടൊന്നും പറയില്ല, അർജുവേട്ടനോട് പോലും. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ കിച്ചു ചേട്ടനോട് പറയും, അത്രമാത്രം. നിന്റെ ഈ ദുരിതപൂർണമായ ലവ് സ്റ്റോറി നിന്റെ ചേട്ടൻ അറിയുമോ? പിന്നെ അറിയാതെ ചേട്ടനാണ് പറഞ്ഞത്, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോഴും ഈ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാമെന്ന്. നല്ല ചേട്ടനും അനിയനും. നീ വാ, ഇനിയും ഈ തണുപ്പ് കൊള്ളാൻ വയ്യ, എനിക്കൊന്ന് കിടക്കണം. വിച്ചു സാക്ഷി അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവരെ ഒന്ന് നോക്കിയിട്ട് സിദ്ധു വീണ്ടും അവൻ്റെ ശ്രദ്ധ ലാപ്പിലേക്ക് കൊടുത്തു. ഇതേ സമയം ബാംഗ്ലൂരിൽ തൻ്റെ ഫോണിൽ സാക്ഷിയുടെ ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു ആയുഷ്. സ്നേഹിച്ചിരുന്നു ഞാൻ നിന്നെ, എൻ്റെ പ്രാണനേക്കാളും. പക്ഷേ നിന്റെ ചേട്ടൻ്റെ ജീവനെടുക്കും എന്ന അച്ഛൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഞാൻ തോറ്റുപോയി പെണ്ണെ. അവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ ആരും ജീവിച്ചിരിക്കില്ല, നീയും തകരും. അതിലും ഭേദം എല്ലാ വേദനയും ഞാൻ ഒറ്റയ്ക്ക് സഹിക്കുന്നതല്ലേ. അച്ഛന് വേണ്ടിയാണ് ഞാൻ നിന്നെ വേദനിപ്പിച്ചത്. അവർ പറഞ്ഞതുപോലെ എല്ലാ തെമ്മാടിത്തരവും ചെയ്തു. പക്ഷേ ഒരു ഉറപ്പുണ്ടായിരുന്നു സിദ്ധു, അവൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന്. ഈ ജന്മം എനിക്ക് നിന്നെ വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോളാം ഞാൻ. എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി നീ. രാത്രി റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് ഹെഡ് ബോർഡിൽ ചാരി എന്തോ കാര്യമായി ആലോചിക്കുന്ന സാക്ഷിയാണ്. എന്താടി വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കാതിരിക്കുന്നത്? എന്തെങ്കിലും വേണോ? ഒന്നുമില്ല, എനിക്കൊരു കെട്ടിയോനുണ്ട്. അങ്ങേർക്ക് ഈ പാവം ഭാര്യയെ ശ്രദ്ധിക്കാൻ സമയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊന്ന് ആലോചിച്ചിരുന്നതാ. എനിക്കുണ്ടൊരു ഭാര്യ, അവൾക്ക് ഞാൻ കഴിച്ചോ കുടിച്ചോ എന്നറിയണ്ട. എൻ്റെ അനിയനെ നോക്കുന്നതിലാണ് ഉത്സാഹം. ഇനി കെട്ടിയോൻ മാറിപ്പോയോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇതേ മനുഷ്യ, റൂമിൽ വന്ന കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. ഒരു കൊച്ചിൻ്റെ അച്ഛനായി എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലേ തലടിച്ചു ഞാൻ പൊട്ടിക്കും. ഒരു കെട്ടിയോനേ ഉള്ളൂ എന്നൊന്നും നോക്കില്ല, കേട്ടല്ലോ. സാക്ഷി കലിപ്പിച്ച് പറഞ്ഞതും സിദ്ധു കട്ടിലിരുന്ന് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? എനിക്കറിയാം എന്തോ ഒരു വിഷമമുണ്ടെന്ന്. കാര്യം പറയട്ടാ. ഒന്നുമില്ലടി, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. നീ ഇന്ന് രാവിലെ വിച്ചുവിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഡെലിവറി കോംപ്ലിക്കേഷൻസ് വന്ന് നീ മരിച്ചാലിന്ന്. തമാശയ്ക്ക് പോലും അങ്ങനെ പറയില്ല പെണ്ണെ. നീ ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഒരുപാട് നേരത്തെയാണ്, ഇപ്പോഴേ വേണ്ട? ബാക്കി പറയുന്നതിന് മുൻപ് സാക്ഷി അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം സാക്ഷി അവനിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവൾ നന്നായി കിതച്ചിരുന്നു. പറ്റുന്ന പണി ചെയ്താൽ പോരെ പെണ്ണെ, അല്ലെങ്കിൽ തന്നെ 4 അടി നടന്നാലേ ശ്വാസമുട്ടലുള്ള ആളാണ്. ശ്വാസം മുട്ടുന്നത് അകത്തൊരാൾ ഉള്ളതുകൊണ്ടല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ച് കൂട്ടല്ലേ കണ്ണേട്ടാ. നമ്മുടെ കുഞ്ഞാണ്, കുഞ്ഞുങ്ങളെ ദൈവം എപ്പോൾ തന്നാലും കയ്യും നീട്ടി വാങ്ങണമെന്ന് പറയുന്നത് കേൾക്കാം. എന്നിട്ടും എൻ്റെ ക്ലാസ് കഴിയട്ടെ എന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഞാനൊരു അമ്മയാൻ പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞ നിമിഷം മുതൽ എന്തുമാത്രം ഞാൻ സന്തോഷിച്ചു എന്ന് കണ്ണേട്ടൻ അറിയുമോ? കണ്ണേട്ടൻ്റെ ചോര നമ്മുടെ കുഞ്ഞ് നിങ്ങളുടെ അച്ഛ എന്ന് വിളിക്കുന്ന നിമിഷം എത്രയോ തവണ ഞാൻ സങ്കല്പിച്ചിരുന്നു. പിന്നെ ഡോക്ടറും പറഞ്ഞില്ലേ, നന്നായി ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. ഇനിയും ഇങ്ങനെ മുഖം വീർപ്പിക്കൽ എൻ്റെ കണ്ണാപ്പി. പിന്നെ വിച്ചുവിനെ നോക്കുന്നു, ഏട്ടനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതി. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സഹിക്കുക. കൂടിപ്പോയ 5 വർഷം കൂടി, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പരാതി കാണില്ല. അതെന്താ ഈ 5 വർഷത്തെ കണക്ക്? നീ നാട് വിടാൻ പോകുന്നു? ഞാൻ നാട് വിടാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും വിച്ചുവിൻ്റെ കല്യാണം കഴിച്ച് സെറ്റാകുമല്ലോ. അവൻ്റെ ലൈഫിലേക്ക് ഒരു പെണ്ണ് വന്നാൽ പിന്നെ ഞാൻ അവിടെ ഒരുപാട് ഇടപെടുന്നത് ശരിയല്ല. കണ്ണേട്ടൻ പറഞ്ഞതുപോലെ അവന് കുഴപ്പമില്ലെങ്കിലും ആ കുട്ടിക്കത് ഇഷ്ടമാവില്ലെങ്കിലോ? പിന്നെ അവൻ്റെ മാരേജ് കഴിഞ്ഞ വൈച്ചുവും പെണ്ണും തറവാട്ടിലും നമ്മളിവിടെയും അങ്ങനെ മതി. ഈ കുഞ്ഞു തലയിൽ ഇത്ര ബുദ്ധിയോ? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ സച്ചു? വർഷം 2 ആകാറായില്ലേ കെട്ടിയോനെ? പിന്നെ എല്ലാ പെൺകുട്ടികളും കല്യാണത്തിന് മുൻപ് കുട്ടിക്കളി തന്നെയാണ്. പക്ഷേ താലി കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം
പഴയതുപോലെ ആയിരിക്കില്ല. വന്നു കയറുന്ന പെണ്ണിനെ അനുസരിച്ചിരിക്കും ആ വീടിൻ്റെ പിന്നീടുള്ള സമാധാനം. ഇവിടെ വൈച്ചുവും ഞാനും കണ്ണേട്ടൻ പറയുന്നത് പോലെ കന്നാസും കടലാസുമാണ്. പക്ഷേ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും. കണ്ണേട്ടൻ വൈച്ചുവിനോട് ക്ലോസ് ആകുന്നത് ഇഷ്ടമല്ലാത്ത പെണ്ണാണ് വന്നതെങ്കിൽ. ശരിയാണ്, ഒരുപാട് കാര്യങ്ങളിൽ എനിക്കിപ്പോഴും കുട്ടിക്കളിയാണ്. പക്ഷേ ഏട്ടൻ്റെ ഫോൺ കോൾ വരുന്ന സമയത്തിൽ നിന്ന് കുറച്ച് മാറിയാലോ, ഒരു ദിവസം പറയാതെ ലേറ്റായിട്ട് വന്നാലോ ഉള്ള എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഏട്ടൻ അറിയുമോ? പെണ്ണിന് ഒരേ സമയം അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ ആകാൻ കഴിയും. പക്ഷേ അതിനവൾ മനസ്സ് വയ്ക്കണമെന്ന് മാത്രം. ബൈ ദ വൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് കുറേ തെന്നി മാറി. എന്ത് കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ട് നിന്നത്? നിഷ്കുലുക്കിൽ സാക്ഷി ചോദിച്ചതും അവനറിയാതെ ചിരിച്ചുപോയി. കാര്യമൊന്നുമില്ല. പിന്നെ നീ മെഡിസിൻ കഴിച്ചോ? അവനെടുത്ത് തന്നിട്ടാ പോയി. ഞാൻ കഴിച്ചില്ലെങ്കിലോ എന്ന് വിശ്വാസക്കുറവ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങല്ലേ? അത് കാര്യം അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റൂ. പിന്നെ നാളെ ഓഫീസിൽ പോയി വരുമ്പോൾ പൊറോട്ടയും ചിക്കനും വാങ്ങി വരണേ. അതൊക്കെ കൊണ്ടുവരാം. നീ ഞാൻ പറയുന്നത് കേൾക്ക് പെണ്ണേ. ഓക്കെ, പറയാം. എനിക്ക് ഒരാഴ്ച ഒന്ന് ബാംഗ്ലൂർ പോകണം. ഒറ്റയ്ക്കല്ല, കിച്ചു ചേട്ടനുണ്ട് കൂടെ. ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആണ്, പോയേ പറ്റൂ. അതെന്തിനേട്ടാ? പോയി വാ. വരുമ്പോൾ എനിക്ക് ബാംഗ്ലൂർ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നാൽ മതി. അവിടെ നല്ല മോഡേൺ പെൺകുട്ടികളുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. ആരെങ്കിലും നോക്കിയെന്ന് ഞാനറിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ ആണല്ലോ വരുന്നത്. അത് ഓർമ്മ ഉണ്ടായാൽ മതി. ഭീഷണി പോലെ സാക്ഷി പറഞ്ഞതും ഇതെന്തിൻ്റെ കുഞ്ഞെന്ന പോലെ സിദ്ധു അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് സങ്കടമൊന്നുമില്ലേ പെണ്ണെ? സാധാരണ ഇങ്ങനെ പറയുമ്പോൾ ഏട്ടനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ഞാനും വരും കൂടെ എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ച റിപ്ലൈ. പക്ഷേ ഇത് എന്ത്? പക്ഷേ അവിടെ സ്ഥിരതാമസത്തിനല്ലല്ലോ പോകുന്നത്, മീറ്റിംഗ് അല്ലേ. പോയി വാ, സൂക്ഷിച്ചാൽ മതി. ഇപ്പം ഏട്ടൻ്റെ കൂടെ വരാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നല്ല ശ്രദ്ധ വേണം. മീറ്റിങ്ങിന് പോയിട്ട് പിന്നെ കണ്ണേട്ടൻ എന്നെ നോക്കി നടക്കേണ്ടി വരും. ഇവിടെ വൈച്ചുവും കോപവും ഉണ്ടല്ലോ. ഞാൻ തെച്ചു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഇവിടെ വന്ന് നിൽക്കും. അപ്പം നാളെ ഞാൻ എൻ്റെ ദിക്കുട്ടിനും ഏട്ടത്തിയുടെയും നടുക്ക്. വാവ്, ഐ ആം ത്രിൽഡ്. രാത്രിയിൽ ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് വിച്ചു കതവ് തുറന്നത്. മുന്നിൽ തന്നെ ഗോപുവിനെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. നമുക്കൊന്ന് ബാൽക്കണിയിൽ നിൽക്കാൻ വിച്ചേട്ടാ പ്ലീസ്, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ്. പ്രതീക്ഷയോടെയുള്ള അവളുടെ നോട്ടം കണ്ടില്ല എന്ന് നടിക്കാൻ അവന് കഴിഞ്ഞില്ല. ബാൽക്കണിയിൽ കായലിൽ നിന്നുള്ള കാറ്റുകൊണ്ട് നിൽക്കുമ്പോൾ പറക്കുന്ന അവളുടെ ചെമ്പൻ മുടിയിലെ ആദ്യമായി കാണുന്നത് പോലെ അവൻ നോക്കി നിന്നു. എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കണേ വിച്ചേട്ടാ, ദേഷ്യപ്പെട്ടിട്ട് പോകല്ലേ. ഇനി ഒരിക്കലും ഇത് പറഞ്ഞ് ഞാൻ ശല്യത്തിന് വരില്ല. അപേക്ഷയോടെ ഗോപു പറഞ്ഞതും വിച്ചു അവളെ കേൾക്കാനെന്ന പോലെ ബാൽക്കണിയിലെ സോപാനത്തിലിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് ഉറങ്ങണം. ഒരിക്കൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഈ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് തിരുത്താൻ ഒരവസരം എനിക്ക് തന്നൂടെ, ആ വേദനയ്ക്കുള്ള മരുന്നാകാൻ. നീ ആരുമില്ലാത്തവനെന്ന് പറഞ്ഞ അതേ വിഷ്ണു തന്നെയാണ് ഞാനിപ്പോഴും. ആരുമില്ലാത്തവനിൽ നിന്ന് ഒരു ഏട്ടത്തി അധികം വന്നു, അത്രമാത്രം. എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ നിനക്ക് നീ ആഗ്രഹിച്ച പലതും കിട്ടിയെന്ന് വരില്ല. തെറ്റുകൾ തിരുത്തി തരാൻ അമ്മയില്ല, സ്നേഹിക്കാൻ അച്ഛനില്ല. ആകെ എനിക്കുള്ളത് എൻ്റെ ചേട്ടനാണ്, പിന്നെ അമ്മയുടെ സ്ഥാനത്തെൻ്റെ ഏട്ടത്തിയും. നിന്നെ എനിക്കിഷ്ടമാണ്, അത് ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ പറയില്ല. മംഗലത്ത് വീട്ടിലെ വിഷ്ണു ഒരു പെണ്ണിനെ എൻ്റെ പാതിയായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് എൻ്റെ ഏട്ടൻ പറയുന്ന പെണ്ണിനെ ആയിരിക്കും. എൻ്റെ ഏട്ടത്തിയെ മനസ്സുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ഒരാളെ. ഇഷ്ടമാണ് നിന്നെ ഒരുപാട്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ നീ മനസ്സിലാക്കണം. ഇനിയൊരു ഡിപ്രഷൻ കൂടി താങ്ങാൻ വയ്യ. വിച്ചേട്ടൻ ഒറ്റപ്പെടൽ, അമ്മയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവരെല്ലാം ഉണ്ടായിട്ടും ഫ്ലാറ്റിൽ വീട്ടിൽ സെർവൻറ്റിൻ്റെ കൂടെ തള്ളി നീക്കിയ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് ഏട്ടന് ചിന്തിക്കാൻ പറ്റുമോ? സിദ്ധു ഏട്ടനെ പോലെ ഒരു ചേട്ടനെ കിട്ടണമെന്ന് എത്ര രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നറിയുമോ? അത് എങ്ങനെ അറിയാനാ? നിങ്ങൾക്കെന്നല്ല, ആർക്കും അറിയില്ല. പുറമേ നോക്കുമ്പോൾ ഗോപിക്കെല്ലാം ഉണ്ട്. അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇട്ടുമൂടാൻ സ്വത്തുക്കൾ, ഒറ്റമോൾ. പക്ഷേ എൻ്റെ മനസ്സ് മാത്രം ആരും കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ നിന്നെങ്കിലും ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റാണോ? തെറ്റുപറ്റിപ്പോയി, അതിനൊരായിരം തവണ ഞാൻ സോറി പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയില്ല.
നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തത്. കോളേജിലും വീട്ടിലും കൂടി വിച്ചേട്ടൻ എന്നെ സഹിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറും. ആർക്കൊരു ബുദ്ധിമുട്ടാകില്ല. സമയം ഒരുപാടായി, കിടന്നു. ഇനി ഉറക്കം കൂടി ഞാൻ കളഞ്ഞു എന്ന് വേണ്ട. രാത്രി സാക്ഷി തട്ടി വിളിച്ചപ്പോൾ എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞ് ചാടി എണീറ്റ സിദ്ധു കാണുന്നത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. എന്ത് സച്ചു ഇത്? ഞാൻ അത്ര പേടിച്ചു പോയെന്നറിയുമോ? എന്താ പറ്റിയേ? എനിക്ക് ദോശയും മുട്ടയും വേണം കണ്ണേട്ടാ. നമുക്കേ തട്ടുകടയിൽ പോകാം. രാത്രി 1 മണിക്കാണോടി പുല്ലേ നിന്റെ തട്ടുകടയും ദോശയും? മര്യാദയ്ക്ക് കിടന്നുറങ്ങിയ സച്ചു, രാവിലെ വാങ്ങിത്തരാം ഞാൻ. കണ്ടോ വാവേ, നിന്റെ അച്ഛന് നമ്മളോട്. ബാക്കി പറയുന്നതിന് മുൻപേ സിദ്ധു അവളുടെ വാപ്പൊത്തി. കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുന്നതിന് ഇങ്ങനെ അഹങ്കരിക്കരുത് പെണ്ണെ നീ. എന്തൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിലും ഉടനെ അവസാന തടവ്, വാവയോട് പരാതി പറച്ചിൽ. ഇനി രാത്രി നിനക്ക് ദോശ വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞ് പരാതി വേണ്ട. പോയി സ്വെറ്റർ എടുത്തിട്ട് വാ. കാറിലല്ലേ പോകുന്നത്? എനിക്ക് വേണ്ടതൊന്നും. അത് നീ തീരുമാനിച്ചാൽ മതിയോ? കാറിൽ കയറിയിട്ട് പിന്നെ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിടാനല്ലേ നിന്റെ മെയിൻ ജോലി? പറയുന്നത് അനുസരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ പാർസൽ വാങ്ങി വരും. ഞാൻ സ്വെറ്റർ ഇട്ടോളാം. പിന്നെ വൈച്ചുവിനെ വിളിക്കട്ടെ? രാത്രി അവരെങ്കിലും ഒന്ന് നന്നായിട്ട് ഉറങ്ങട്ടെ. തമ്പുരാട്ടി വാ, പോയി വരാം. രാവിലെ മനുഷ്യന് ഓഫീസിൽ പോകണം.